ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസാണ്. ഇത് നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ സ്കൂളിലും കോളേജിലും പിള്ളേർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന വേഗത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാനിവിടെ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം, വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻസുകൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് ഒരു ഗ്ലാസ് റൈസിനുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. ഒരു മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ടൊമാറ്റോ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതും ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണം. മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം. പിന്നെ ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയോ എഗ് മസാലയോ ഏത് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഗരം മസാല വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. പിന്നെ ഈ 1 ഗ്ലാസ് അളവിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. 3ഓ 4ഓ എടുക്കാം, കുഴപ്പമില്ല. ഇനി 2 മതിയെങ്കിൽ അതും ഓക്കെ. 1 ഗ്ലാസ് ബസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നമുക്ക് സോണ മസൂരി റൈസും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായ ഉടനെ നമുക്ക് കുറച്ച് നമ്മുടെ പെരിഞ്ജീരകം, വളരെ കുറച്ച് മതിയാവും, 1/2 ടീസ്പൂൺ മതിയാവും. അതിനുശേഷം അതൊന്ന് ഇതായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും. ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ അളവിന് മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ മസാല പൗഡർ അത് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ചെറിയ സ്പൂൺ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിക്കൻ മസാല പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് കുക്കായി വന്നു. ഇനി നമ്മൾ 3 മുട്ട എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഇതായതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ചെറുതായിട്ട് മുട്ടയുടെ അടിഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം ഈ മസാലയോടൊപ്പം. ഈ സമയത്ത് നമുക്കൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗം മുട്ട ഒന്നായി കിട്ടും. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുട്ടയ്ക്കും അതുപോലെ സവാളയും മസാലയ്ക്കും ഒക്കെ ആവശ്യമുള്ള ഉപ്പ്. ചോറിന് ഞാൻ ഉപ്പിട്ട് വേണം വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക.
ഇത് നോക്കൂ, ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില, അത് ഈ റൈസിനൊരു നല്ല ഫ്ലേവർ കൊടുക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ചോറൊന്ന് വേവിച്ചെടുക്കുന്ന സമയം മാത്രം മതി, ബാക്കിയെല്ലാം എളുപ്പമല്ലേ, വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള എഗ് റൈസ് തയ്യാറായി. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണിത്, വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഉടൻ തന്നെ ഞാൻ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.